ഞാൻ നിങ്ങളെ നല്ല സുന്ദരിയായിട്ടുള്ളൊരു സക്കുലൻ ചെടീനെ കാണിക്കട്ടെ. ദേ വരുന്നു. ഇതാണ് കേട്ടോ കശി. കണ്ട, നല്ല സുന്ദരിയല്ലേ? ഞാൻ പറയുന്നതിനോട് നിങ്ങൾ ആരെങ്കിലും യോജിക്കുന്നുണ്ടെങ്കിൽ പറയണേ. ഇതിൻ്റെ ഇലകളൊക്കെ നല്ല ഫ്രഷ് ആട്ടോ. വല്ലപ്പോഴും വെള്ളം കൊടുത്താൽ മതിയേ. ഇതിൻ്റെ ഇലകൾ ശ്രദ്ധിച്ചാൽ നല്ല ട്രാൻസ്പെറൻ്റ് ആണ്. നല്ല വെട്ടം അടിക്കുമ്പോൾ അതിൻ്റെ പ്രത്യേകത കാണാൻ പറ്റുള്ളേ. തിക്കായിട്ടുള്ള ഇലകളാട്ടോ. കണ്ടോ, ഇത്രയും തിക്കാണ്. ഇതിൻ്റെ ഇലകളിലൊക്കെ വെള്ളം ഇങ്ങനെ കളക്ട് ചെയ്ത് വെക്കുവേ. അതുകൊണ്ട് തന്നെ എപ്പോഴും വെള്ളം കൊടുക്കരുത്. ഇത് ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളത് ഒരു ഫെബ്രുവരി മാസങ്ങളിലൊക്കെയാണ് ഇതിൻ്റെ വളർച്ച. ഇത് നല്ല ഭംഗിയായിട്ട് വളരുന്നത് ഫെബ്രുവരി മാസങ്ങളിലാണേ. വേണ്ട, ഞാൻ ചെറിയൊരു പോട്ടിനകത്ത് വെച്ചേക്കുന്നു. ഒത്തിരി മണ്ണൊന്നും വേണ്ടേ. നല്ല വെൽ ഡ്രെയിൻഡ് സോയിലാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് വെള്ളം കൊടുക്കുക. ആഴ്ചയിലൊന്നൊക്കെ കൊടുത്താൽ മതി. ഞാനൊരു 2-3 ആഴ്ച കൂടുമ്പോൾ അതിന് വെള്ളം കൊടുക്കാറുള്ളൂ. പ്രത്യേകിച്ച് വിൻ്ററിലൊന്നും ഞാൻ വെള്ളം അധികം കൊടുക്കാറേ ഇല്ല. ഇതിൻ്റെ അടുത്ത് കുറേ സക്കുലൻ്റെ കളക്ഷൻ ഉണ്ട് കേട്ടോ. ഇത് കേട്ടോ, ഇത് വേറൊരു ടൈപ്പാണ്. ഇതിപ്പം വിൻ്റർ ആയിരുന്നുകൊണ്ടാണ് ഇവിടെ ഇതിന് നല്ല കളറൊന്നും ഇല്ലാത്ത. അല്ലെങ്കിൽ ഇതിൻ്റെ ഇലകളുടെ അരികളിൽ കൂടെയൊക്കെ ഇത് ഈ കാണുന്ന പോലെ നല്ല റെഡ് ലൈൻസ് വരുവേ. അപ്പോഴാണ് അത് കാണാൻ ഏറ്റവും ചന്തം. പിന്നെ എൻ്റെ അടുത്തൊരു സിബ്ര പ്ലാന്റ് ഇരിപ്പുണ്ട്. സിബ്ര അലോവീറ അങ്ങനെയെങ്ങാണ്ട് ഇതിന് പറയുന്നത്. അലോയ് പ്ലാന്റ്. തൻ്റെ ഇതിൻ്റെ ഇടയ്ക്കൊക്കെ ഇല പഴുത്തിരിപ്പുണ്ട്. ബ്രാഞ്ച് ഓൾഡായി. ഇതുണ്ട്, ഇതൊരു ബോൺസായി ചെടി പോലെ ഞാൻ വളർത്തുന്ന കേട്ടോ. ഇതങ്ങനെ നല്ല തിക്ക് ഫ്ലഷി ആയിട്ടിരുന്നോളും. ഇതിനും വല്ലപ്പോഴും വെള്ളമൊക്കെ കൊടുത്താൽ മതി. വെള്ളം കൊടുക്കുമ്പോൾ നല്ലപോലെ കൊടുക്കുക. അത് കഴിയുമ്പം ഇത് നന്നായിട്ട് വളർന്നോളും. ഇത് കണ്ട് വേറെണ്ണം ഇക്കിവീറിയ മിറാണ്ട. ഞാൻ പറഞ്ഞ ഈ ചെടിയുടെ പേര് ഹൊവാർത്തിയ കേട്ടോ. ഹൊവാർത്തിയ. എന്തൊരു ചെറിയ പോട്ടിനകത്ത് നോക്കി 2 എണ്ണം വളർന്നു വരുന്നേ. ഇതും ഹൊവാർത്തി. ഇതേ കണ്ടോ, ഈ ഹൊവാർത്തിയ പൂ ഉണ്ടാകുന്നത് കണ്ടോ. ഇതും ഒരു അലോയ് ചെടിയാണ്. എല്ലാം സക്കുലൻസ് ആണ്. ഇതും ക്രിസുല ഒവാറ്റ. ഇതും ഒരു ക്രിസുല ചെടിയാണ്. ജെയ്ഡ് പ്ലാന്റ് അല്ലേ, ചൈനീസ് മണി പ്ലാന്റ് എന്നൊക്കെ പറയുന്ന ജെയ്ഡ് പ്ലാന്റ് ആണിത്. ഇത് കണ്ടോ, ഇത് നല്ല സൺലൈറ്റ് വരുമ്പോൾ ഇത് ഞാൻ കൺസർവേറ്ററി വെച്ചേക്കുന്നതുകൊണ്ടാണ് ഇതുപോലെ അരികിലെല്ലാം നല്ല ബോർഡറിലൊക്കെ നല്ല റെഡ് കളർ വന്നേക്കുന്നത്. കണ്ടോ, ഞാനിതൊരു സ്വാനിൻ്റെ പോട്ടിലാണ് വെച്ചേക്കുന്നത്. കണ്ടോ, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടിരിക്കുന്നത്.